അത് ചിന്തിച്ച് നമുക്ക് അപ്പോ ഉച്ചയ്ക്കുള്ള വിഭവങ്ങളൊക്കെ പറഞ്ഞു. ഇനി മറ്റ് കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം. അടുത്തൊരു കൂടിക്കാഴ്ചയും ചേച്ചിക്ക് കുടുംബത്തിനും എല്ലാവിധ ആശംസകളും ഒപ്പം ഉത്സവാശംസകളും നേർന്നുകൊണ്ട് തൽക്കാലം ഞങ്ങളെ ഈ ലൈവ് തത്സമയം നിർത്തുകയാണ്. ചേച്ചിക്ക് ഞങ്ങൾ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് എല്ലാവരും നല്ല ദൈവവിശ്വാസികളായിട്ട് സാക്ഷിയെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. അല്ല എന്ത് പിന്നെ ഇത് വാർത്തകളും നമുക്ക് പെട്ടെന്ന് അറിയുവാനും എല്ലാം സാക്ഷി ടിവിയിൽ നിന്നാണ് നമ്മൾ അറിയുന്നത്. നല്ല ഇതാണ് കാഴ്ചവെക്കുന്നത്. ചേച്ചി, ഞങ്ങളിപ്പോ നമ്മുടെ ഈ സമൂഹത്തെ കാർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് വലിയൊരു മാരക രോഗം പോലെ പടർന്നു പിടിക്കുന്ന ലഹരിയെ കുറിച്ച് ലഹരി വിരുദ്ധ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ ഞങ്ങളുടെ ക്യാപ്ഷൻ എന്ന് പറയുന്നത്, ഞങ്ങളുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് പിന്നെ പഠനം തന്നെയാണ് ലഹരി എന്നുള്ളതാണ്. അപ്പൊ ചേച്ചിക്ക് എന്താണ് ഞങ്ങളുടെ ആ ക്യാമ്പിനെ കുറിച്ച് ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? ക്യാമ്പിനെ കുറിച്ച് ഉള്ള അഭിപ്രായം അതെ അതെ അത് അല്ല, ഇപ്പോഴത്തെ കുട്ടികള് ഇപ്പം വളർന്നു വരുന്ന തലമുറ മൊത്തം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കുഞ്ഞുനാളിലെന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാര് പറയുന്നത് അനുസരിച്ച് അവർക്ക് ഇതായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ അങ്ങനെയല്ല, അവര് മക്കള് പറയുന്നത് കേട്ട് രക്ഷിതാക്കള് ജീവിക്കുക. ആ ഒരു കാലമാണ് ഇപ്പൊ വന്നേക്കുന്നത്. അവരെന്ത് തെറ്റ് ചെയ്താലും നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല. ഉടനെ അത് വേറൊരു രീതിയിൽ ഒന്നി ആത്മഹത്യയിലേക്ക് പോവുക, അല്ലെങ്കിൽ ഒളിച്ചോട്ട് പോവുക. അതുകൊണ്ട് രക്ഷകർത്താക്കള് പേടിച്ച് തന്നെ ഒന്നും മിണ്ടാത്ത അവസ്ഥയാണ്. കുട്ടികളെ രക്ഷപ്പെടുത്തണ്ടേ? അതെ, തീർച്ചയായിട്ടും രക്ഷപ്പെടുത്തണം. ആ ഒരു ഉദ്യമമാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. പൂർണ്ണമായും ഇത് തടയാം എന്നുള്ളൊരു വിശ്വാസമൊന്നുമില്ല. ഒരു പരിധിവരെ ജനങ്ങളിൽ ഇതിന്റെ ഭീകരതയെ കുറിച്ച് എത്തിക്കാനുള്ള ഒരു ക്യാമ്പയിനാണ് ഞങ്ങൾ തുടങ്ങുന്നത്. തീർച്ചയായിട്ടും തടയണത്ത് അതിന്റെ ഉദ്ഘാടനം ഉണ്ടാകുന്ന ദിവസം എത്തി ഞങ്ങൾ അറിയിക്കും. എല്ലാ പുതിയ ജനപ്രതിനിധികളെയും സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ ക്യാമ്പ് ഏറ്റെടുക്കുന്നത്. അത് ഈ സമൂഹത്തിനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന നിലയിലാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. അപ്പൊ വീണ്ടും ഒരിക്കൽ കൂടി ചേച്ചിക്കും കുടുംബാംഗങ്ങൾക്കും ആശംസകൾ. ഒപ്പം വീണ്ടും ഒരു പുതിയ തത്സമയമായി ചേച്ചിയെ ചിലപ്പോൾ അടുത്ത ഉടൻ തന്നെ നമ്മൾ കാണുന്നതായിരിക്കും. നടത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഹലോ.